Hey guys, welcome to our channel Walkie Talkie. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബേസിക് ചോക്ലേറ്റ് കേക്ക് റെസിപ്പിയാണ്. ഈ കാണുന്നത് ഞാൻ എൻ്റെ അനിയത്തിയുടെ മോളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ടാക്കിയൊരു കേക്കാണ്. ബർത്ത്ഡേസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിന് മാത്രമാണ് ഞാനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ കേക്ക് ഉണ്ടാക്കുന്നത്. അതും സിമ്പിളായിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ. ഞാൻ എക്സ്പേർട്ടൊന്നുമല്ല കേക്ക് ഡെക്കറേഷനൊന്നും. പക്ഷേ ഈ ബേസിക് ചോക്ലേറ്റ് കേക്കില്ലേ, അത് ഞങ്ങൾക്ക് കേക്ക് കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഓവൻ ഇല്ലാണ്ടൊക്കെ കേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. എൻ്റെ ബ്രദറിൻ്റെ വൈഫ് ആഷ്ന, അപ്പോൾ ഒരിക്കൽ അവൾ പ്രഷർ കുക്കറിൽ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കി തന്നു. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഓവൻ ഇല്ലാണ്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. താങ്ക്സ് ടു ആഷ്ന ഞാൻ അതിനുശേഷം കുക്കറിലൊക്കെ ഒത്തിരി കേക്ക് ഉണ്ടാക്കി തുടങ്ങി. ഇപ്പോൾ ഓവനിലാണ് ബേക്കിംഗ്. ബട്ട് ഇന്നിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കരുതി ഓവനില്ല, ബീറ്റർ ഇല്ല, കേക്കിൻ്റെ ടിന്നില്ല എന്നൊക്കെ കരുതി കേക്ക് ഉണ്ടാക്കാണ്ടിരിക്കുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആദ്യം ഈ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ലിസ്റ്റിലെല്ലാം കൊടുത്തിട്ടുണ്ട്, വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ 1.25 കപ്പ് മൈദയാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ബാക്കി നമ്മൾ ആഡ് ചെയ്യുന്ന 1/4 കപ്പ് മൈദയിൽ നിന്ന് നമ്മൾ 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് അതിന് പകരം നമ്മൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ആഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ കംപ്ലീറ്റ് 1.25 കപ്പ് മൈദയല്ല ആഡ് ചെയ്യുന്നത്. 1.25 കപ്പ് മൈനസ് 1 ടേബിൾ സ്പൂൺ മൈദയും ആ മാറ്റിയ 1 ടേബിൾ സ്പൂൺ മൈദയ്ക്ക് പകരം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അതും കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് കൊക്കോ പൗഡറാണ്. അത് നമ്മൾ അരിച്ചെടുക്കുവാണ്. അടുത്ത് നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അതും ഇതുപോലെ അരിച്ചെടുക്കുവാണ്. ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ മിക്സ്ചർ എല്ലാം കൂടി അരിച്ചെടുക്കണം. അതായത് ഇനി അതൊരു ടോട്ടൽ ഒരു 3 വട്ടമെങ്കിലും നമ്മൾ മിനിമം ഈ മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ അതിൻ്റെ മിക്സ്ചർ ഒരു 3 തവണയെങ്കിലും നമ്മൾ മിനിമം അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അരിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നമ്മളൊരു 4 വട്ടം അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാൻ മിക്സർ ജാറാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 4 മുട്ടയുടെ വെള്ള, 4 എഗ് വൈറ്റ്സ് ആഡ് ചെയ്യുവാണ്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇതിപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ചത് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്യുവാണ്. അത് പല വട്ടമായിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത്. കുറേശ്ശെ ആഡ് ചെയ്യും, നമ്മൾ മിക്സിയിലടിക്കും, പിന്നെ അടുത്ത കുറച്ച് ആഡ് ചെയ്യും, മിക്സിയിലടിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യത്തോടെ നമ്മൾ പഞ്ചസാര വെച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാം. അതായത് കുറേശ്ശെ പഞ്ചസാര ആഡ് ചെയ്യുക, മിക്സ് ചെയ്തെടുത്തിട്ട് അപ്പം നമുക്ക് കംപ്ലീറ്റ് പഞ്ചസാരയും എഗ് വൈറ്റും കൊണ്ട് ബീറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇപ്പം നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ പഞ്ചസാര പൊടിച്ചതും എഗ് വൈറ്റ്സും കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ എഗ് യോക്കാണ്. മുട്ടയുടെ മഞ്ഞക്കരുവാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിതെല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യേണ്ടത്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് പക്ഷേ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ മിക്സിയിലിട്ട് 1, 2, 3 എന്ന് പറഞ്ഞ് നന്നായിട്ട് ബീറ്റ് ചെയ്യരുത്. പൾസ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യാവൂ. ഓക്കെ, ഇനിയിപ്പോൾ അതെ നമ്മൾ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് അല്ലെങ്കിൽ വാനില പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മൾ ഓവൻ സെറ്റപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം
നമുക്ക് ഇതുപോലത്തെ ഒരു സംഭവം വെച്ചെടുക്കുന്നത്. ഇതൊരു മീഡിയം ഹീറ്റിൽ നമുക്കൊന്ന് 15 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് വരാം. ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള പാൻ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തേക്കുന്നത്. സാധാരണ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സ് ആണ് എടുക്കാറ്. അപ്പം ഏത് പാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിലും ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഓയിൽ ഒഴിച്ച് അല്ലെങ്കിൽ ബട്ടറോ നെയ്യോ എന്താണെങ്കിലും ഒഴിച്ചിട്ട് ഇതുപോലെ എല്ലാ സൈഡിലും ഇങ്ങനെ തേച്ച് പറ്റിച്ചിടണം. വൈ? ബിക്കോസ് നമ്മളിപ്പോൾ കേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ സൈഡിലും ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ബേക്കിംഗ് പേപ്പർ ഇതുപോലെ അകത്ത് വെച്ച് കൊടുക്കും. ഇനി ബേക്കിംഗ് പേപ്പറിലെല്ലാം പ്രശ്നമില്ല. നമുക്ക് എണ്ണ തേച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ കുറച്ച് മൈദാപ്പൊടി ഇട്ടിട്ട് അതിങ്ങനെ തട്ടി എല്ലായിടത്തും ആക്കിയാൽ മതി. ഇനി നമുക്ക് കറക്റ്റ് നമ്മുടെ കേക്ക് ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമ്മുടെ ആദ്യം ഈ ഇപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇതുപോലെ നമ്മൾ ഈ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടില്ലേ, ഇനി ഇതിലേക്ക് കുറേശ്ശെ നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ എന്നുവെച്ചാൽ മൊത്തമായിട്ടല്ല, കുറേശ്ശെ ഇതും പിന്നെ നമ്മൾ പാലെടുക്കുന്നുണ്ട്. അപ്പം ഓൾട്ടർനേറ്റീവായിട്ട് ആദ്യം മൈദ പിന്നെ പാലൊഴിച്ച് കൊടുക്കും. അപ്പം ഏറ്റവും ലാസ്റ്റ് മൈദ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ മൈദ മീൻസ് ആ ഒരു മിക്സ്ചർ, ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ്ചർ 3 തവണയായിട്ടിടും. അതുപോലെ പാല് 2 തവണ. അതായത് ആദ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പിന്നെ പാല് പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പിന്നെ പാല് പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അതായത് നമ്മൾ ഫിനിഷ് ഓഫ് ചെയ്യുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെച്ച്. പിന്നെ എനിക്കൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് വല്ലാണ്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യരുത്. ഇതിന് മിക്സ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ആക്ച്വലി ഇത് കട്ടിങ് ആൻഡ് ഫോൾഡിങ് മെത്തേഡിലാണ് ചെയ്യുന്നത്. അതായത് നമ്മളിങ്ങനെ കറക്കി കൊണ്ടുവന്നിട്ട് നടുക്കുന്നൊരു കട്ട് പോലെ അങ്ങനെ ഞാൻ ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുപോലെ ജസ്റ്റ് ഇതൊരു ഭയങ്കര സട്ടിലായിട്ട് പതുക്കെ മൂവ് ചെയ്താൽ മതി. കണ്ടോ, ഇതുപോലെ സ്ലോ ആയിട്ട് നമുക്ക് മൂവ് ചെയ്താൽ മതി. ഇങ്ങനെ ഫാസ്റ്റായിട്ട് ബീറ്റ് ചെയ്യുകയോ ഹാർഡായിട്ട് ഇതാക്കുക ഒന്നും ചെയ്യണ്ട. കാരണം നമ്മളിപ്പം ഓൾറെഡി നമ്മുടെ ആ ഒരു വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആദ്യം തന്നെ എന്താ പറയുക, നമ്മൾ ബീറ്റ് ചെയ്ത് നല്ല എയറൊക്കെ കയറ്റി ഫ്ലഫി ആക്കി വെച്ചേക്കുന്നതിൻ്റെ ആ ഒരു ഇതങ്ങ് പോവും നമ്മൾ ഒരുപാടിട്ട് ബീറ്റ് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഇതുപോലെ സ്ലോ ആയിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. കട്ടിങ് ആൻഡ് ഫോൾഡിങ് ആണ് അതിൻ്റെ കറക്റ്റ് മെത്തേഡ്. അതുപോലെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഈ മൊമെൻറ്റിന് ചെയ്യുമ്പം യൂണിയൻ ഡയറക്ഷനിലായിരിക്കണം. അതായത് ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ നമ്മളിതിങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ. അതായത് ഒരു തവണ ക്ലോക്ക് വൈസ് അടുത്ത തവണ ആൻറ്റി ക്ലോക്ക് വൈസ് അങ്ങനെ പറ്റത്തില്ല. ഒരൊറ്റ ഡയറക്ഷനിലോട്ട് തന്നെ നമ്മൾ മൂവ് ചെയ്യണം. എങ്കിലേ നമുക്ക് കറക്റ്റ് ആ ഒരു കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ആ സെക്കൻഡ് പോർഷൻ ഓഫ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. അതായത് നമ്മൾ പാലൊഴിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ബാച്ച് ഓഫ് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ബാച്ചാണ്. ഇതുകൊണ്ട് കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ കേക്ക് ബാറ്റർ റെഡിയാവും. ഞാൻ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്തത്, അതും പറയാൻ മറന്നു കേട്ടോ. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഓക്കെ, നമ്മുടെ കേക്ക് ബാറ്ററൊക്കെ റെഡിയായി. അതിന് നമ്മൾ നമ്മുടെ കേക്ക് ടിൻ അല്ലെങ്കിൽ നമ്മൾ കേക്ക് ഏതിലാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിലേക്ക് ഒഴിക്കുന്നതിന് മുന്നേ മാത്രം ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ് നമ്മുടെ ബേക്കിംഗ് സോഡയും വിനിഗറും കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കുഞ്ഞു പാത്രത്തിൽ ആദ്യം ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുവാണ്. ഓക്കെ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ വിനിഗർ. അപ്പോൾ അറിയാം, നമ്മൾ ബേക്കിംഗ് സോഡയും വിനിഗറും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരു റിയാക്ഷൻ ഉണ്ടാവും, നല്ല ബബ്ലിങ് നടക്കും. കണ്ടോ, ഇതുപോലെ ഫ്രോത്തി ആയിട്ട് വരും. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവസാനം, അതായത് കേക്ക് ബാറ്റർ നമ്മൾ ആ ടിന്നിലേക്ക് ഒഴിക്കുന്നതിന് മുന്നേ നമ്മളിത് മിക്സ് ചെയ്ത് കേക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് എക്സ്ട്രാ വെൽവെറ്റി ടെക്സ്ചർ ആവും, കുറച്ചും കൂടെ സോഫ്റ്റ് ടെക്സ്ചർ ആവും. ഇത് നമുക്ക് ആ കേക്ക് ടിൻ അഥവാ നമ്മളിവിടെ എടുത്തേക്കുന്ന നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ബാറ്ററൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഈ ബാറ്റർ ഏത് പാത്രത്തിലാണ് ഒഴിക്കുന്നത് അതൊന്ന് ടേബിളിൽ നന്നായി ടാപ്പ് ചെയ്യുക. ഇതുപോലെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക ടേബിളിൻ്റെ പുറത്ത്. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഇടയ്ക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റാവും. ഓക്കെ, അതുകൊണ്ട് ഏറ്റവും അവസാനം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ നമ്മുടെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കൂടുതൽ നടുക്ക് പൊങ്ങിപ്പോകാണ്ടിരിക്കും, ഏകദേശം ഒരു ഫ്ലാറ്റ് ടോപ്പ് കിട്ടും. ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു വെച്ച പാത്രം നമുക്ക് ഈ ഓവൻ സെറ്റപ്പിലേക്ക് മാറ്റാം. ഒരു 10-15 മിനിറ്റ്സ് ആയിട്ടുണ്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ നമ്മൾ വെച്ചിട്ട്. ഇതിനകത്തേക്ക് എന്തെങ്കിലും ഒരു പാത്രമോ അല്ലെങ്കിൽ ഇതുപോലത്തെ മറ്റേ റൗണ്ടോ എടുത്ത് വെച്ചിട്ട് അതിനുള്ളിലേക്ക് നമുക്ക്
ഈ കേക്ക് ടിൻ അഥവാ നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റീൽ പാൻ എന്താണെന്ന് വെച്ചാൽ ഇറക്കി വെക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ മേലെ നമ്മളൊരു അടപ്പ് വെച്ച് പിന്നെ അടച്ചു വെക്കണം. ഇനി അതിൻ്റെ മേലെ എന്തെങ്കിലും വെയിറ്റും കൂടെ വെച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു പാത്രത്തിൽ ഫുൾ വെള്ളം വെച്ചിട്ടാണ് വെയിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ക്ലോസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ്സ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതുപോലെ ഒരു കാരണവശാലും തുറക്കരുത്. ബിക്കോസ് അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നടുഭാഗം പൊന്തിയിട്ടങ്ങ് കുഴിഞ്ഞു പോകും. അപ്പോൾ നടുഭാഗം കുഴിഞ്ഞിരിക്കും. ഇപ്പോൾ ഒരു ആക്ച്വലി 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് നടുക്ക് ഇങ്ങനെ ഈ ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ കണ്ടോ, ഇത് ക്ലിയർ ആയിട്ട് വരും. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഞാനിതൊരു 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഒന്ന് നോക്കിയായിരുന്നു. ഇത് നോൺ സ്റ്റിക്ക് പാനാണ്ട് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് സെറ്റായില്ല. 45 മിനിറ്റ്സ് എടുത്തു. അപ്പം 30 മിനിറ്റ്സ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം പുറത്തൊക്കെ വെച്ചിരുന്നു. അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ചൂട് മാറിയതിന് ശേഷം മാത്രമേ ഇതുപോലെ സൈഡൊക്കെ വെടിയിപ്പിച്ചിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യം മറക്കരുത്. 30 മിനിറ്റ്സ് കഴിയുമ്പോഴേ തുറന്ന് നോക്കാവൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് സെറ്റായിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു 45-50 മിനിറ്റ്സ് എടുത്തു. ഒരു പാത്രത്തിലോട്ട് വെച്ച് നമുക്കിതുപോലെ ഇങ്ങനെ കമത്തി വെക്കുമ്പോഴത്തേക്കും അത് ആ പ്ലേറ്റിലോട്ട് കറക്റ്റിന് കിട്ടും. ഇനി നമുക്ക് തിരിച്ച് കറക്റ്റ് കേക്കിൻ്റെ കറക്റ്റ് പൊസിഷനിലാക്കണ്ടേ. നമുക്ക് കറക്റ്റ് ഇങ്ങനെയാണ് കേക്ക് കിട്ടുന്നത്. സൈഡൊക്കെ ഒരു ഇച്ചിരി പോലെ ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, അതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നും കാണത്തില്ല. കണ്ടോ, നല്ല സ്പോഞ്ചി കേക്കാണ്, നല്ല സോഫ്റ്റ് കേക്കാണ്. കണ്ടോ, പ്രസ് ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ ഇതുകൊണ്ട് മിക്സിയിലടിച്ചു, ബീറ്ററില്ല, ഓവനില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് സോഫ്റ്റ് കേക്ക് കിട്ടില്ല എന്ന് വിചാരിക്കണ്ട. സാധാരണ പോലെ നമ്മൾ ചോക്ലേറ്റ് കേക്ക് കഴിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കും. പക്ഷേ ഇതിപ്പോൾ എനിക്ക് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യണമെന്നുള്ളതാണ് ഞാൻ സൈഡ് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് സൈഡ് കണ്ടോ ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ ഇതേപോലെ കട്ട് ചെയ്തു. അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നൊന്നുമില്ല കേട്ടോ, ബിക്കോസ് ഞാനിതിൽ എക്സ്പേർട്ട് അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ കറക്റ്റ് ആവത്തില്ല. അപ്പോൾ ഞാൻ ചെയ്തത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു വിടുന്നേ ഉള്ളൂ. ഇങ്ങനെ ഷുഗർ സിറപ്പ് 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തു. എന്നിട്ട് ഓരോ ലെയറിലും ഷുഗർ സിറപ്പ് ഒഴിച്ചു. അതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് ഒഴിച്ചാൽ അത് നല്ല മോയിസ്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേക്ക്. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഓരോ ലെയർ ഇങ്ങനെ ആക്കിയെടുക്കുകയാണ്. അതായത് ഫുൾ ഏറ്റവും ടോപ്പിലത്തെ ലെയറും കൂടെ വെച്ചിട്ട് ഫുള്ളി കവർ ചെയ്യും. എൻ്റെ ഇത് മീൻസ് ഈ കേക്ക് എന്താ പറയുക ഡെക്കറേഷനുള്ള ഓരോ ടൂൾസും ഇല്ലായിരുന്നു. ഏറ്റവും മേളിൽ ഇതുപോലെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു. പിന്നെ സൈഡ്സിൽ സ്പ്രിങ്കിൾസ് വെച്ചു. പേര് എൻ്റെ എന്താ പറയുക നമുക്ക് എഴുതേണ്ട കാര്യം വിപ്പിംഗ് ക്രീം വെച്ച് തന്നെ എഴുതി. പ്രൊഫഷണലൊന്നുമല്ല, പക്ഷേ നല്ലൊരു യമ്മി കേക്കായിരുന്നു സംഭവം. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.